എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വായിച്ചു തുടങ്ങിയത് മാർസി ഷിമോഫിൻ്റെ വാക്കുകളാണ്. മാർസി വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബന്ധങ്ങൾ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മൾ ആദരിക്കുന്ന ആളുടെ ഗുണങ്ങളിലാണ്, നമുക്ക് പരാതിയുള്ള കാര്യങ്ങളിലല്ല. നമ്മൾ പരാതി പറയുന്തോറും അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക മാത്രമായിരിക്കും ഫലം. വ്യക്തിബന്ധത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉള്ള സമയമാണെങ്കിൽ പോലും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ഒത്തുപോകാൻ പറ്റുന്നില്ല, എന്നെ അധിക്ഷേപിക്കുന്ന പോലെ തോന്നുന്നു എന്നിങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം തിരികെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു കടലാസ് എടുത്ത് അടുത്ത 30 ദിവസവും ആ വ്യക്തിയിൽ നിങ്ങൾ ആദരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ എന്തെല്ലാം കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമോ അതെല്ലാം ആലോചിക്കുക. ആ വ്യക്തിയുടെ നർമ്മബോധത്തെ നിങ്ങൾ ആദരിക്കുന്നു. ഏതു കാര്യത്തിലും പിന്തുണ നൽകുന്ന സ്വഭാവത്തെ നിങ്ങൾ ആദരിക്കുന്നു. അങ്ങനെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ അവരുടെ സൽഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി തിരികെ കിട്ടും. അതോടെ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുകയും ചെയ്യും. ലിസ നിക്കോൾസ് പറയുന്നത് ഇങ്ങനെയാണ്: പലപ്പോഴും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുവാനുള്ള അവസരം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകും. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സൃഷ്ടിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങളുടെ ആഹ്ലാദം, നിങ്ങളുടെ നിർവൃതി എന്നിവയുടെ ചുമതല ഏറ്റെടുക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി ഇവർക്കൊന്നും നിങ്ങളുടെ സന്തോഷം സൃഷ്ടിക്കുന്നതിൽ ഒരു സ്വാധീനവും ഇല്ല. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനുള്ള അവസരം മാത്രമേ അവർക്കുള്ളൂ. നിങ്ങളുടെ ആഹ്ലാദം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ആഹ്ലാദം മുഴുവനും സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും ശക്തിയുള്ളതുമായ തരംഗദൈർഘ്യം. സ്നേഹം എന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല, ഹൃദയത്തിൽ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ. സ്നേഹത്തിൻ്റെ തെളിവുകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷേ സ്നേഹം എന്നത് ഒരു വികാരമാണ്. സ്നേഹം എന്ന ആ വികാരം പ്രസരിപ്പിക്കുവാനും പ്രക്ഷേപണം ചെയ്യുവാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്നേഹം എന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിന് പരിധികളില്ല. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി പരിപൂർണമായും സമന്വയത്തിലാകുന്നു. കഴിയുന്നത്ര എന്തിനേയും എല്ലാത്തിനെയും സ്നേഹിക്കുക. ഇന്നത്തെ വായന ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്